ഏവർക്കും സ്വാഗതം. നാം ഒരു പുതിയ കാഴ്ചയുമായി ഒരു പുതിയ സ്ഥലത്തേക്ക് പോവുകയാണ്. സൗത്ത് അമേരിക്കയിലേക്കാണ് നാം ഇന്ന് പോകുന്നത്. ഓസ്ട്രേലിയ പോലെ സൗത്ത് അമേരിക്കയും ദക്ഷിണാർദ്ധ ഗോളത്തിലാണ്. സൗത്ത് അമേരിക്കയിലെ അർജന്റീനയിലേക്കാണ് നാം പോകുന്നത്. അവിടെയുള്ള പാറ്റാഗോണിയ ഹിമാനികൾ അല്ലെങ്കിൽ ഗ്ലേഷ്യേഴ്സ് കാണാം. പാറ്റാഗോണിയ പ്രദേശത്ത് കാണപ്പെടുന്ന മഹത്തായ ഹിമാനികളാണവ. ഈ പ്രദേശം തെക്കൻ അർജന്റീനയും ചിലയും ഉൾക്കൊള്ളുന്നു. ഉയർന്ന പർവ്വതങ്ങൾ, ആഴമുള്ള താഴ്വരകൾ, വൻ ഐസ് ഫീൽഡുകൾ എന്നിവയാൽ സമ്പന്നമായ ഈ പ്രദേശം പ്രകൃതിയുടെ അത്ഭുത സൗന്ദര്യത്താൽ പ്രശസ്തമാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി മഞ്ഞ് അടിഞ്ഞുകൂടിയാണ് ഹിമാനികൾ രൂപപ്പെടുന്നത്. ഐസ് സാന്ദ്രമായതിനാൽ നീലനിറത്തിൽ കാണപ്പെടുന്ന വലിയ ഐസ് കഷ്ണങ്ങൾ വെള്ളത്തിലേക്ക് വീഴുന്നത് കാൽവിംഗ് എന്ന് വിളിക്കുന്നു. ഗ്ലോബൽ വാർമിങ്ങിന്റെ ഭാഗമായി ഹിമാനികൾ കുറയുകയാണ് എല്ലാ സ്ഥലത്തും. എന്നാൽ പെരിറ്റോ മൊറേനോ ഗ്ലേഷ്യർ ഇപ്പോഴും സ്ഥിരത പുലർത്തുകയും മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നു. ആൻഡീസ് പർവ്വതത്തിന്റെ ഭാഗമായി ചിലിയിലും അർജന്റീനയിലുമായിട്ടാണ് നാം ഇത് കാണുന്നത്. അന്റാർട്ടിക്കയ്ക്ക് പുറത്ത് ദക്ഷിണാർദ്ധ ഗോളത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ഐസ് കൂമ്പാരമാണിവ. ഇതിന്റെ 90% അർജന്റീനയിലും ബാക്കി 10% ചിലിയിലുമായിട്ടാണ് കിടക്കുന്നത്. സൗത്ത് അമേരിക്കയിൽ പസഫിക് തീരത്ത് നീണ്ടു കിടക്കുന്ന രാജ്യമാണ് ചിലി. തെക്കേ അറ്റവും ചിലിയാണ്. എന്നാൽ അതിന് കുറേ ഭാഗം അർജന്റീനയുമാണ്. അതിൻ്റെ കിഴക്ക് ഭാഗം അർജന്റീനയും പടിഞ്ഞാറ് ഭാഗം ചിലിയുമാണ്. പെരേറ്റോ മൊറേസ് നാഷണൽ പാർക്കിൽ അർജന്റീനയിൽ തെക്ക് പടിഞ്ഞാറായി മഗല്ലൻ റീജിയനിലാണ് ഈ ഭാഗം നാം കാണുന്നത്. പഴയകാലത്ത് അറ്റ്ലാന്റിക്കിൽ നിന്ന് പസഫിക്കിലേക്കുള്ള യാത്ര തെക്കേ അമേരിക്ക ചുറ്റി അപകടകരമായ ഡ്രേക്ക് പാസേജ് ചുറ്റിയായിരുന്നു. ഡ്രേക്ക് പാസേജിൽ 10 മീറ്റർ വരെ തിരമാല ഉയരാറുണ്ട്. അതിന് പ്രയാസകരമായ ഒരു ഭാഗമായിരുന്നു അത്. അതിന് പകരമായിട്ടാണ് കണ്ടെത്തിയ പാതയാണ് മഗല്ലൻ കടലിടുക്ക്. തെക്കേ അമേരിക്കയുടെ തെക്ക് ഭാഗത്താണ് ഇത്. 2 സമുദ്രത്തിനും ഇടയിലുള്ള സ്ട്രെയ്റ്റ് ഓഫ് മഗല്ലൻ. കടലിടുക്ക് എന്നായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ പേര്. ധീരനായ പരിവേഷകനായ ഫെർഡിനാൻഡ് മഗല്ലനാണ് ഇതിന് പേര് നൽകിയത്. സ്പെയിനിലെ ചാൾസ് 5-ാമൻ രാജാവാണ് മഗല്ലൻ പരിവേഷണത്തിന് ധനസഹായം നൽകിയത്. മഗല്ലന്റെ ബഹുമാനാർത്ഥം മഗല്ലൻ കടലിടുക്ക് എന്ന് പേര് നൽകി. പനാമ കനാൽ നിർമ്മാണം വരെ ഇതൊരു കടൽപാതയായിരുന്നു. അർജന്റീനയിലെ എൽ കലാഫത്തെ എന്ന സ്ഥലത്തിനടുത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ തലസ്ഥാനമായ ബ്യൂണസ് നിന്ന് 3 മണിക്കൂർ വിമാനയാത്ര ചെയ്യണം അവിടെ എത്താൻ. അവിടെ കൊടും തണുപ്പാണ്, 0 ഡിഗ്രിയൊക്കെയാണ്. അന്റാർട്ടിക്കയും ഗ്രീൻലൻഡും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മഞ്ഞ് പാളികളുള്ള സ്ഥലമാണിത്. അവിടെ നിന്നും വ്യത്യസ്തമായി ഇവിടെ അത് കാണുന്നത് ഒരു തടാകത്തിലാണ്. മറ്റു സ്ഥലങ്ങളിലൊക്കെ മലകളിലും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇവിടെ തടാകത്തിലാണ് ഈ ഐസ് പാളികൾ കാണുന്നത്. ലേക്ക് അർജന്റീനയുടെ ഒരറ്റത്ത് മലകളുടെ താഴെയായി മഞ്ഞുകട്ടകളുടെ കൂമ്പാരം വന്നു നിൽക്കുകയാണ്. 160 മീറ്റർ ഉയരമുണ്ട്. അതിൽ 30 കിലോമീറ്റർ നീളവുമുണ്ട്. 100 മീറ്റർ വെള്ളത്തിനടിയിലാണ്. അതിസുന്ദരമായ സ്ഥലമാണിത്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. നീല തടാകത്തിൽ വെള്ള ഐസ് കട്ടിയായി കാണപ്പെടുന്നു. ആൻഡീസ് പർവ്വതനിരകൾ ഇവിടെ മുതൽ പെറു വരെ നീണ്ടു കിടക്കുകയാണ്. ബോട്ടിൽ വളരെ അടുത്ത് വരെ പോയി നമുക്ക് കാണാൻ സാധിക്കും. തൊട്ടടുത്ത് പോകുകയില്ല. മഞ്ഞിടിച്ചിലുണ്ടായാൽ അപകടമാണല്ലോ. ആ ഭാഗമൊക്കെ വളരെ ഭംഗിയായി സൂക്ഷിച്ചിട്ടുണ്ട്. വോക്ക് വേ ഒക്കെ ഉണ്ട്. അപാര സൗന്ദര്യമാണ്. ഇത് സാധാരണ ഗ്ലേഷ്യർ അല്ല, പലയിടത്തും വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. ഐസ് മതിലായിട്ടാണ് ഇവിടെ കാണുന്നത്. ഒരു നീല നിറം കാണാം. നീലയൊഴിച്ചുള്ള നിറങ്ങൾ അബ്സോർവ് ചെയ്യുന്നതിനാലാണ് നീല നിറത്തിൽ കാണപ്പെടുന്നത്. ജലത്തിൽ ഇടിഞ്ഞ കഷ്ണങ്ങൾ, ഐസ് കഷ്ണങ്ങൾ തിമിംഗലങ്ങൾ പോലെ പൊങ്ങിക്കിടക്കുന്നത് കാണാം. ബോട്ടിൽ 300 മീറ്റർ അടുത്ത് വരെ മാത്രമേ പോവുകയുള്ളൂ. തടാകത്തിൽ മീനുകൾ കുറവാണ്. വെളിച്ചം അകത്തേക്ക് ചെല്ലാത്തതാണ് കാരണം. ഇവിടെ നിന്നും ചിലിയിലേക്ക് 30 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ചുറ്റും വൃക്ഷങ്ങളും പച്ചപ്പുകളും ഒക്കെ നമുക്ക് കാണാം. എന്നാൽ പെട്ടെന്ന് തടാകത്തിൽ ഗ്ലേഷ്യേഴ്സ് കാണപ്പെടും. അതാണ് അവിടുത്തെ അത്ഭുതം. അർജന്റീനയുടെ പതാകയും ഇവിടെ കാണുന്ന നീലയും വെള്ളയും തമ്മിൽ സാമ്യമുണ്ട്. ഒന്നുമില്ലാത്തിടത്ത് കോട്ട പോലെയാണ് ഈ ഗ്ലേഷ്യേഴ്സ് നിൽക്കുന്നത്. ഈ ഹിമാനികൾ ലോകത്തിലെ ഏറ്റവും മനോഹരവും പ്രധാനവുമായ ഭൂമിക അത്ഭുതങ്ങളിൽ ഒന്നാണ്. അവയുടെ വലിപ്പം, സൗന്ദര്യം, ശാസ്ത്രീയ പ്രാധാന്യം എന്നിവ വളരെ പൈതൃകമാക്കുന്നു. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരെ നന്ദി, നമസ്കാരം.